ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹേ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ല എല്ലാവർക്കും? എല്ലാവരുടെ നോമ്പ് എങ്ങനെയൊക്കെ പോകുന്നു? ഇവിടെ സുഖസുന്ദരമായിട്ടൊക്കെ പോകുന്നു. രസമാണ്, വൈബാണ്, അടിപൊളിയാണ്. കുറേ ദിവസങ്ങൾക്ക് ശേഷം നോമ്പ് ഇന്നിപ്പം 7ാമത്തെ നോമ്പായി. എന്നിട്ട് ഇവിടെ രണ്ടുപേരുടെ ഒരു കുറവുണ്ടായിരുന്നല്ലോ. ആ കുറവ് ഇന്ന് നമ്മളല്ല അവരിന്ന് നികത്താൻ പോകുന്നതാണ്. ബിക്കോസ് അവരിന്ന് എത്തുന്നതാണ് ഗൈസ് നമ്മുടെ വീട്ടിൽ. ഉമ്മ എന്നാ മൊത്തം കിളി പോയിക്കുന്നു. യെസ് ഗൈസ്, അപ്പോൾ നമ്മുടെ വീട്ടിലെ 2 മെമ്പേഴ്സ് ഇന്ന് ജോയിനിങ് ആവാൻ പോവാണ്. 7ാമത്തെ നോമ്പായി. തുടക്കത്തിൽ അവരുണ്ടായിരുന്നില്ല. സോ ഇന്നവർ നമ്മുടെ വീട്ടിലോട്ട് എത്തുന്നതാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ മെയിൻ വ്ളോഗ്. ഇതിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ ഇതാവുന്നു, അത്ര ആസ് യൂഷ്വൽ അല്ല, ആ ദിവസത്തെ പോലെയൊക്കെ തന്നെ. പിന്നെ റംസാൻ്റെ പരിപാടി നമ്മൾ തുടങ്ങി. പത്തിരൊക്കെ പരത്തി കഴിഞ്ഞു. പിന്നെ പത്തിരൊക്കെ പരത്തി കഴിഞ്ഞു. പിന്നെ സ്നാക്സിനുള്ള പരിപാടി ചെയ്ത് കഴിഞ്ഞു. പിന്നെ എല്ലാ പരിപാടികളും ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ നിർത്തി വെച്ചേക്കാം. ഈ മത്തൻ അറക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ മത്തൻ മുറിക്കുന്നത് രംഗങ്ങളാണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും ഉണ്ടാക്കുന്ന കുറച്ച് സ്നാക്സ് മാത്രം ഇന്ന് ഉണ്ടാക്കിയാൽ പോരാ. ഇന്ന് കുറച്ചധികം സ്നാക്സ് ഉണ്ടാക്കണം. ബിക്കോസ് ദേ ആർ റീച്ചിങ്. ഞാനും ഉമ്മ ഇങ്ങനെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കുകയാണ്. കിച്ചു ഗൈസ്, കിച്ചു 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 എന്താണ് നിനക്ക് ഇവിടെ കാര്യം? ഇവിടെ എല്ലാവരും നോമ്പാന്ന് അറിഞ്ഞൂടെ? ഞങ്ങളെ നോമ്പാണെങ്കിൽ നീയും ഇവിടെ നോമ്പ് പൊക്കോ. മഗ്‌രിബിന് ഇവിടെ കണ്ടാൽ മതി. ഓക്കെ, തരാ. ബൈ ബൈ. ഈ കിച്ചുനെ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ? ഈ കിച്ചു, ഇവനെ ഞാൻ ഇവിടെ കാണുന്ന തൊട്ടേ ഇപ്പം വരെയും ഇവൻ്റെ ഈ മ്യാവിൻ്റെ സൗണ്ട് ഞാനിതുവരെ കേട്ടിട്ടില്ല. ഇവന് സൗണ്ട് ഇല്ല ഗൈസ്. ഇത് ജനിച്ചപ്പോഴും ഇല്ലാത്തതാണെങ്കിൽ ഊമപ്പൂച്ചയാണെന്ന് തോന്നുന്നു. ഇവൻ മ്യാവിൻ്റെ എക്സ്പ്രഷനൊക്കെ മ്യാവിൻ്റെ ആ ഒരു ചുണ്ടൊക്കെ അനക്കുന്നുണ്ട്, പക്ഷേ സൗണ്ട് ഇങ്ങോട്ടേക്ക് എത്തുന്നില്ല. യെസ്, ഞാൻ വിചാരിക്കുന്നു അതൊരു അംഗവൈകല്യമാണ്. ഞങ്ങളുടെ വീട്ടിലാണ് മാത്രം ഈ അംഗവൈകല്യ പൂച്ചയുള്ളത്. പണ്ടുണ്ടായിരുന്ന ഒരു ടോമി, കണ്ണ് കാണില്ല, ഒറ്റക്കണ്ണ് കാണാത്തവനാണ്. ഇതിപ്പം കണ്ണിന് കുഴപ്പമില്ല, കാലിനും കുഴപ്പമില്ല, സൗണ്ട് വരുന്നില്ല. അവിടുന്ന് പുറപ്പെടുവിക്കുന്നുണ്ടോയെന്ന് അറിഞ്ഞൂടെ, ഇങ്ങോട്ടേക്ക് എത്തുന്നില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. സോ അതാണ് അവനൊരു അംഗവൈകല്യമാണ് ഗൈസ്. മിണ്ടാപ്പൂച്ച. ഇതായിരിക്കില്ലേ മിണ്ടാപ്പൂച്ച? കലമുടക്കും ഇവനത്ര അലമ്പ് സ്വഭാവം വേറെ ഈ കൽപ്പേണി ദ്വീപിലുള്ള പൂച്ചകൾക്ക് ഉണ്ടാവില്ല. അമ്മാരി സ്വഭാവമാണ്. ആർക്കെങ്കിലും ഗിവ് അവേ ആയിട്ട് കൊടുത്താലൊന്നും. ഈ ഉണ്ട കാണുന്നുണ്ടോ? ഈ ഉണ്ടയാണ് നമ്മൾ ഇന്നത്തെ ഉണ്ടാക്കാൻ പോകുന്ന സ്നാക്സ്. ഈ ഉണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഉരുളക്കിഴങ്ങ്, പിന്നെ കോൺഫ്ലവർ, ഈ 2 സാധനമേ ഉള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, ചിക്കൻ മസാല, ഇത്രേ ഉള്ളൂ. ഈ സാധനം വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ സ്നാക്സ് ഉണ്ടാക്കുന്നത്. ഇന്നലെ നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്തതാണ് യൂട്യൂബ് നോക്കിയിട്ട്. പക്ഷേ ഇന്നലെ നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല, കാരണം ഇത് സക്സസ്ഫുൾ ആകുമോ എന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. സോ നമ്മൾ ചെയ്തപ്പോഴത്തേക്കും സാധനം പൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നും അത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പോഴേ പൊരിച്ച് അങ്ങനെ ചെയ്യില്ല, കാരണം 3:30 ആയിട്ടേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പം അതിൻ്റെ ഒരു ക്രിസ്പിനെസ് ഉണ്ടാവില്ല. സോ നമ്മളൊരു 6 മണി 6:15 ആകുമ്പോൾ പൊരിക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെന്ന് വെച്ചാൽ എന്താ പറയുക വേറെ എന്തൊക്കെയോ ഉണ്ട്, പക്ഷേ ഒന്നും ആയിട്ടില്ല. നമ്മൾ ചെയ്ത് വരുന്നതേ ഉള്ളൂ ഗായ്സ്. ഇവിടെ ഇത്ര നേരം മത്തം മുറിക്കായിരുന്നല്ലോ. മത്തം ജ്യൂസ് അല്ലേ? യെസ്, മത്തം ജ്യൂസിനുള്ള റെഡിയാക്കലാണ്. നമ്മൾ ആദ്യം പുഴുങ്ങണം. യെസ്, പുഴുങ്ങിയിട്ടാണ് നമ്മൾ മത്തം ജ്യൂസായിട്ട് അടിക്കുന്നത്. അപ്പോൾ നമ്മൾ മത്തൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനി അത് റെഡി ആവുന്നവരേക്കും നമുക്ക് പോയിട്ട് വരാം. നമ്മൾ പത്തിരിക്കുള്ളത് പരുത്തി വെച്ചേക്കുവാണ്. ഇതും ഒരു 4:30 ആകുമ്പം അസർ നിസ്കരിച്ചിട്ടൊക്കെയാണ് നമ്മൾ പത്തിരി ചുടുന്നത്. നമ്മളിന്ന് പത്തിരി മാത്രമല്ല കരുതേണ്ടത്. നമ്മളെ വാപ്പി ക്ഷീരപ്പത്തീറിൻ്റെ ആളാണ്. സോ അതിനുവേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. വാപ്പയ്ക്ക് എന്തൊക്കെ ഉണ്ടായാലും ഇല്ലെങ്കിലും ക്ഷീരപ്പത്തീർ
അത് മസ്റ്റാണ് ഗൈസ്. സോ ഗൈസ്, ഇങ്ങനെയാണ് നമ്മുടെ ഇവിടെ പീരപ്പത്തിർ ഉണ്ടാക്കുന്നത്. ഇതിലെന്തൊക്കെയുണ്ടുമ്മ? അരിയും തേങ്ങയും, ഈ 2 സാധനങ്ങളും മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് ഈ കാണുന്ന രീതിയിൽ നമ്മൾ ഇലയിൽ വെക്കുക, പിന്നെ ഇലയിൽ വെച്ച് മൂടുക. ഇതോടെ നമ്മുടെ പീരപ്പത്തിർ റെഡിയായിട്ടില്ല, പക്ഷെ ചൂടണം. അങ്ങനെയാണ് തീരുക ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മീൻകറിയാണ് ഗൈസ്. മീൻകറി പത്തിറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഓരോ ടൈപ്പ് ഓഫ് മീൻകറിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ആവശ്യത്തിന് കുറച്ച് ഓയിൽ ഒഴിക്കുന്നു. പിന്നെ നമുക്ക് ഉലുവ, കടുക്. അങ്ങനെ എണ്ണ ചൂടായിട്ട് വരുമ്പം നമ്മുടെ ഇഷ്ടത്തിനുള്ള അളവിൽ കടുകിടുന്നു. യെസ്, നമ്മുടെ ഇഷ്ടം, ഞാനെപ്പോഴും പറയുന്ന പോലെ. അതുപോലെ ഉലുവ ഓവറാക്കണ്ട, കറി ചിലപ്പോൾ കഴിക്കും. അപ്പോൾ ഒരു അളവിനൊക്കെ എടുത്ത് ഇടാം. കൂടിപ്പോയോ എന്നൊരു സംശയം, പക്ഷെ കാര്യമില്ല. അപ്പോൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ സാധനം അതിലോട്ടിടാം. പിന്നെ സ്പൂൺ ഇവിടെ കാണുന്നു. ആരും പേടിക്കില്ല, പൊട്ടിത്തെറിയൊക്കെ കഴിഞ്ഞു. ഇതിലോ കുറച്ച് കറിവേപ്പില, കുറച്ചധികം കറിവേപ്പില. ഇപ്പോഴാണ് ഗൈസ് പ്രകാശം വന്നത്. ഞാനൊരു ലൈറ്റ് ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം അടിപൊളിയായിട്ട് കാണാമല്ലേ? അപ്പം ഏറെക്കുറെ ഒരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടിടുന്ന സാധനം കാണിച്ചു തരാം. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഈ സാധനമാണ്, ഈ ഒരു പേസ്റ്റാണ്. ഈ പേസ്റ്റിൽ എന്താണെന്നൊക്കെ വെച്ചാൽ ഒരു തക്കാളി, കുറച്ചധികം ചെറിയുള്ളി, പിന്നെ 3 പച്ചമുളക്, പിന്നെ ഇച്ചിരി കറിവേപ്പില, ഉപ്പൊക്കെ ഇട്ട്, പിന്നെ മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, കുറച്ച് ഫിഷ് മസാല, ഇതൊക്കെ കൂടിയിട്ട് അരച്ചെടുത്ത പേസ്റ്റാണ്. ഈ സാധനം നമ്മൾ അതിലോട്ട് ഇടുന്നു. എനിക്ക് ഒറ്റക്കൈ കൊണ്ട് ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാനിത് ഇട്ടിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മളതിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിത് നല്ലപോലെ എന്താ ചെയ്യുക, ഒന്ന് കറുമുറ ചെയ്യുക. എനിക്കൊരു ഓയിൽ കുറഞ്ഞൊന്നൊരു സംശയം, വേണമെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിക്കാം. നല്ലപോലെ മിക്സിങ് തുടങ്ങാം. നമ്മളിവിടെ ആ ചാറിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി ആ പേസ്റ്റിൻ്റെ ബാക്കിയുണ്ട്. ഇത് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതിലൊഴിച്ചാൽ മതി. ആ ഒരു വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ നമ്മൾ പുളി മുക്കി വെച്ച വെള്ളമാണിത്. ഇത് ഒഴിച്ചിട്ട് നമ്മൾ ലാസ്റ്റ് അത് ഒഴിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പുളിവെള്ളമാണ്. എന്നിട്ട് അത് സക്സസ്ഫുള്ളി നമ്മൾ പുളിവെള്ളം ഇതിൽ ലോഞ്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് നമുക്ക് ഇരണ്ട് കിട്ടും. പുളിവെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഒന്ന് ഇരണ്ട് കിട്ടും സാധനം. ആ ഒരു ടൈം ആകുമ്പം നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുള്ള വെള്ളം അത് നന്നായിട്ടൊന്ന് വെക്കാം. നല്ല കട്ടിയിൽ തന്നെ നമുക്ക് കറി കിട്ടിയിട്ടുണ്ട്. ഉപ്പ് ഞാൻ ഓൾറെഡി ആ ഒരു പേസ്റ്റ് ഉണ്ടാക്കുന്നതിൽ അത്യാവശ്യം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മതിയാവോ എന്ന് തോന്നുന്നു, മതിയാവുമെന്ന് തോന്നുന്നു. കാരണം നോമ്പാണല്ലോ, നോക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനത് അവിടെ ഉപേക്ഷിച്ചു. വേണേലും ആ സമയത്ത് വേണേലും ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്നും കൂടി ചെയ്യാമല്ലോ. ഉപ്പ് കൂടിപ്പോയാലല്ലേ പ്രശ്നമുള്ളൂ, കുറഞ്ഞ കുഴപ്പമില്ലല്ലോ. സോ ഞാൻ ഉപ്പിടുന്നില്ല. ഇനി നമുക്കൊന്ന് കുറച്ച് തിള വരുന്നത് ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയം കൊണ്ട് ഈ സാധനങ്ങളെല്ലാം അതാതിൻ്റെ സ്ഥലത്തേക്ക് നമ്മൾ മാറ്റി പാർപ്പിക്കുന്നതാണ്. അപ്പോൾ ഗായ്സ്, നമ്മുടെ കറി
തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ മീനിനെ ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പോൾ മീനൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് വെന്തിട്ട് വരുന്ന ഒരു ടൈം നമുക്ക് ഇതിന് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഏറെ നേരത്തെ തിളയതിന് ശേഷം നമ്മൾ ഇനി ഓഫാക്കാൻ പോവാണ്. കാരണം മീനൊക്കെ അത്യാവശ്യം വെന്തു കണ്ടോ, അത്യാവശ്യം എല്ലാം സെറ്റായി. ഇതാണ് ഇന്ന് നമ്മുടെ മീൻ കറി റെസിപ്പി. ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റുള്ള കറിയാണ്. കാരണം മിനിയൊന്നും ഞാനിത് ഉണ്ടാക്കിയായിരുന്നു. ഏതോ ഒരു അമ്മച്ചീൻ്റെ യൂട്യൂബ് നോക്കിയിട്ട് ട്രൈ ചെയ്തു, പക്ഷേ പറയാതിരിക്കാൻ വയ്യ, നല്ല അടിപൊളി ടേസ്റ്റാണിതിന്. എന്തായാലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ, നല്ല രസമുണ്ടാവും. ഓക്കെ, സമയം കൊണ്ട് ഞാൻ ആ ഉരുളക്കിഴങ്ങ് മാവിനെ ഞാൻ ഈ രൂപത്തിലാക്കിയിട്ടുണ്ട്. നമുക്ക് സമയം ഇപ്പോൾ എത്ര 5:15 5:15 ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊരു ഞാൻ പറഞ്ഞില്ലേ 6:15 പൊരിക്കാം. സോ അപ്പോൾ ഏകദേശം 6:15 ഇനി നമുക്ക് നമ്മുടെ സ്നാക്സ് പൊരിക്കാം. നമ്മുടെ സ്നാക്ക് പൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹായ് ഗായ്സ്, ഇപ്പം ഏകദേശം 6:35 ആയിട്ടുണ്ട്. ഇനി കുറച്ച് സമയമേ ഉള്ളൂ. ഇതുവരെ സുന്നയും ബാപ്പി എത്തിയിട്ടില്ല. 7 മണിയാവും എന്നാണ് പറയുന്നത്. സോ അപ്പം അവരിപ്പോഴും വന്നിട്ടില്ല. ഹായ് ഗായ്സ്, അങ്ങനെ നമ്മുടെ ബാപ്പിയും സുന്നയും വന്നു ഗൈസ്. കുറച്ച് സമയം ലേറ്റ് ആയി പോയി വീഡിയോ എടുക്കാൻ, പക്ഷെ വന്നു ഗൈസ്. ബാപ്പാ ആക്രാന്തം കാരണം പെട്ടി തുറപ്പിക്കാൻ പോവാണ്. ഡൽഹിയിൽ നിന്ന് വന്ന പെട്ടി. തുറപ്പി പിന്നെ ഡൈപ്പില്ല. ഹായ് ഗൈസ്, അപ്പൊ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവാണ് ഗൈസ്. തുറന്നു. അപ്പോൾ നമ്മുടെ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക,
സബ്സ്ക്രൈബ് എന്തായാലും ചെയ്തിട്ടങ്ങ് പോക്കോണ്ടി. ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ആക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ഗൈസ്.